ശരത്ത്, യൂട്യൂബിലെ ട്രെൻഡിങ് നമ്പർ 1 ആയി നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ ദിയ കൃഷ്ണയുടെ ഒരു ഡെലിവറി വീഡിയോയാണ്. ആ വീഡിയോ നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ എല്ലാവരും കാണണമെന്നാണ് എനിക്ക് പേഴ്സണലി അത് കണ്ടപ്പോൾ പറയാനുള്ളത്. കാരണം ഒരു ഒരു സ്ത്രീ ആദ്യമായി അമ്മയാകുമ്പോൾ ആ സ്ത്രീ നേരിടുന്ന ടെൻഷൻ, അവിടെ ഉണ്ടാവുന്ന ഒരു അന്തരീക്ഷം, ഈ ഫാമിലി എല്ലാം കൂടെ ഈ ലേബർ റൂമിൽ കയറി വന്നാൽ ആ സ്ത്രീക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് എല്ലാം വ്യക്തമായി സ്ട്രക്ചർ ചെയ്ത് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബിൽ തന്നെ 2 ചേരിയായിട്ട് ആളുകൾ തിരിഞ്ഞിരിക്കുകയാണ്. ഒന്ന്, ഇതിനെ വളരെ നല്ല രീതിയിൽ കണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തണം, അല്ലെങ്കിൽ ജനങ്ങളെല്ലാവരും ഇത് കാണണം, ഒരു സ്ത്രീയുടെ കഷ്ടപ്പാട് എന്താണെന്ന് അറിയണം എന്ന് പറഞ്ഞ് ദിയയ്ക്ക് പൂർണ്ണ സപ്പോർട്ടും പിന്തുണയും കൊടുക്കുന്ന ഒരു വിഭാഗം. മറ്റൊന്ന്, ഇങ്ങനെ ചെയ്യുന്നത്, വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്തൊരു വൃത്തികെട്ട പരിപാടിയാണെന്ന് പറഞ്ഞ് വളരെ പച്ചയ്ക്ക് വൃത്തികെട്ട രീതിയിൽ ആ വീഡിയോയും അതുപോലെ തന്നെ ദിയയും തെറി വിളിക്കുന്ന ഒരു വിഭാഗം. എല്ലാ കാര്യങ്ങളെടുത്താലും 2 ചേരി ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഇതിനും 2 ചേരിയുണ്ട്. പക്ഷെ ഇവിടെ ഒരുപക്ഷെ നമ്മളിപ്പോൾ ഇതിൽ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഒരുപാട് പേര് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ആ വീഡിയോ എന്തുദ്ദേശം കൊണ്ടാണ് അവർ ഇട്ടിട്ടുള്ളത് എന്നാണ്. ഒരു സ്ത്രീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് മുതൽ കുഞ്ഞ് കയ്യിൽ വരുന്നത് വരെയുള്ള ആ ഒരു മുഴുവൻ പ്രക്രിയയും മുഴുവൻ പ്രൊസീജിയറും ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരത്ത് ഇത് ശ്രദ്ധിച്ചിരുന്നു? എന്താണ് ശരത്ത് ഇന്ന് രാവിലെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ കൂടി ചെയ്തതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത്? വീഡിയോക്കാൾ ഉപരിയായിട്ട് എൻ്റെ അനുഭവമാണ് ഞാൻ പറയേണ്ടത്. അതായത് എൻ്റെ വൈഫ് ഇതുപോലെ ഡെലിവറി സമയത്തായാലും ഞാനുണ്ടായിരുന്നു കൂടെ. അതായത് നമ്മുടെ രണ്ടുപേരെയും നിർബന്ധമായിരുന്നു. അല്ല, എൻ്റെയും ഒരു കുറച്ചുകൂടെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അതിനകത്ത്. അതായത് എന്തൊക്കെയാണ് കാരണം ആ സമയത്ത് നേരത്തെ തന്നെ എൻ്റെ അടുത്ത് വൈഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ അനുഭവിക്കുന്ന സമയം. അതായത് ഈ ബാക്കിയുള്ളൊരു അനുഭവങ്ങൾ കേൾക്കുന്നൊരു ഇതുണ്ട്, ഈ സാധാരണ ഗർഭിണികൾക്കുള്ളതാണ് അവരുടെ എക്സ്പീരിയൻസ്. മറ്റ് ഒരാൾ പ്രസവിക്കാൻ ആ നേരത്തെ എന്തൊക്കെയാണ് അനുഭവിച്ചത്, അങ്ങനെ കേട്ടതാണ് പലരും പറഞ്ഞത് ഒറ്റപ്പെട്ടൊരവസ്ഥയാണ് ഈ ഒരു ആശുപത്രി. കാരണം ഈ ഒരു പെയിൻ വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള സമയം അത് അതികഠിനമായ പെയിനാണ്. അതായത് ഏതാണ്ട് 20 അസ്ഥികൾ നുറുങ്ങുന്ന വേദന ഒരേ സമയം വരുന്ന അവസ്ഥ, ആ രീതിയിലേക്ക്. അത് നമുക്ക് എത്രയോ അതിൻ്റെ ഒരു ലെവലുണ്ട്. ആ ലെവലും കഴിഞ്ഞിട്ടാണ് ഈ ഒരു വേദന വരുന്നത്. ആ വേദന ഉണ്ട്. മാത്രമല്ല, ഈ ഡോക്ടറും സിസ്റ്ററും എപ്പോഴും കാണുന്നില്ല. ഈ പെയിൻ വരുമ്പോൾ മാത്രമേ ഇത് ഇൻഡ്യൂസ് ചെയ്യാൻ അങ്ങനെ കുറച്ച് പ്രോസസ്സിങ് ഉണ്ട് അതിനകത്ത്. ആ ഒരു എപ്പിഡ്യൂറലോ അങ്ങനെ എന്തൊക്കെയോ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഈ സമയത്ത് അതികഠിനമായിട്ട് വേദന ഉണ്ടാകും. അതുപോലെ തന്നെ നഴ്സുമാർ പരമാവധി, കാരണം പണ്ടത്തെ നഴ്സുമാരൊക്കെ നമുക്കറിയാം, പഴയ ആശുപത്രികളിലൊക്കെ ആയിരുന്നു, അവരൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നിലവിളിയൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് കേട്ട് പരിചയമുണ്ട്. അവർക്കിതൊന്നും ഒന്നുമല്ലാതെ അവർക്ക് ഒരു പുച്ഛമായിരിക്കും ഇവരടുത്ത്. അതായത് ഇങ്ങനെ കിടന്ന് കാറാതെ ഇതിനൊക്കെ എന്തിനാണ് പോകുന്നത്, പ്രസവിക്കാൻ പോകുന്നത് എന്തിനാണ്, ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നൊരു ആ ഒരു രീതിയിലൊരു മെൻറ്റാലിറ്റി. കാരണം ഒരു രീതിയിലുള്ളൊരു സപ്പോർട്ടും അവിടെ കിട്ടണമെന്നില്ല. അതായത് പ്രൈവറ്റ് ആശുപത്രി ആയാലും സർക്കാർ ആശുപത്രി ആയാലും അങ്ങനെ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു ആശുപത്രിനെ തിരഞ്ഞെടുത്ത് നമ്മൾ പോയത്. മാത്രമല്ല, ആ ഓരോ സമയവും ഞാൻ കണ്ടു. ഇപ്പോൾ ഈ വേദന, ഈ കണ്ണീരും വേദനയും ആ ഒരു യുദ്ധക്കളം പോലെയാണ്. ചുറ്റും ചോര കൊണ്ട് ഇത് ആ ഒരു രീതിയാണ്, അത് ചോരയുടെ മണമാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു സംഭവത്തിൽ നിന്ന് ആ കുഞ്ഞ് പുറത്ത് വരുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ഇത്രയും ഒരു യുദ്ധം ജയിച്ചതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭർത്താക്കന്മാരും വീട്ടുകാരും എല്ലാം കാണണം. അതായത് പ്രസവിച്ച് കഴിഞ്ഞാൽ അവരുടെ റോള് കഴിഞ്ഞു എന്ന രീതിയിൽ അവരെ അമ്മ എന്ന രീതിയിൽ മാറ്റും. പക്ഷേ എനിക്ക് അതിന് ശേഷമാണ് ഒരു ബഹുമാനം തോന്നിയിട്ടുള്ളത്. അതായത് ഓരോ പ്രാവശ്യം എന്തെങ്കിലും ചെറിയ തെറ്റുകൾ അല്ലെങ്കിൽ ഉടക്കം വരുമ്പോൾ പോലും എനിക്ക് ഈ ഒരു സീൻ ഓർമ്മയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഞാനൊന്ന് കോംപ്രമൈസ്ഡ് ആവും. കാരണം അതിൻ്റെ തുല്യമല്ല ഒന്നും എന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് എല്ലാ ഭർത്താക്കന്മാരും ഒന്ന് പ്രസവ വാർഡിൽ പോയി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുവിധം ഭാര്യമാരെ അങ്ങനെ ക്രൂശിക്കുന്നത്, അതുപോലെ തന്നെ വലിയ വലിയ ഡൈവോഴ്സുകൾ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറും. അത് ഒരു ഘടകമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ തന്നെ നെഗറ്റീവ് കമൻറ്റുകൾ, അതിനെക്കുറിച്ചും പറയാതിരിക്കാനില്ല. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കേസ് ഇത് പണത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. അതായത് യൂട്യൂബിൽ വരുമാനം കിട്ടും, ഏതാണ്ട് 6 മില്യൺ വ്യൂസാണ്. ഇതുവരെ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസറോ അങ്ങനെ ഒരു ഇത്രയും പെട്ടെന്ന് നേട്ടത്തിൽ എത്തിയിട്ടില്ല. 6 മില്യൺ വ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറയുന്നത് ഇതിൻ്റെ പണത്തിന് വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഇതൊക്കെ സ്വകാര്യതയാണെന്ന് പറയുന്നുണ്ട്. എന്താണ് സ്വകാര്യത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത്. സ്വകാര്യത എന്ന് പറയുമ്പോൾ ആ പ്രസവിക്കുന്ന ആൾക്ക് എന്താണ് വേണ്ടത്? ഇപ്പോൾ ഭർത്താവും അമ്മയും ഒക്കെ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ അത് നടപ്പാക്കി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതാണ് അവിടെ ഇതുണ്ട്. അപ്പോൾ അവർക്ക് സ്വകാര്യത വേണമെങ്കിൽ അവർ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അവിടെ സ്വകാര്യത വേണമെന്നുള്ള രീതിയായിരിക്കും നമ്മൾ അവലംബിക്കേണ്ടത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ പണത്തിന് വേണ്ടി, പണമല്ലല്ലോ ഇതിനകത്ത്, അതിനേക്കാൾ ഇത് നമ്മൾ പാശ്ചാത്യ ലോകമൊക്കെ ഇത് നേരത്തെ ഇതൊക്കെ ഈ ഒരു രീതിയൊക്കെ കടന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇനിയും
നേരത്തെ പറഞ്ഞത് ഇനി ഇവിടെ സജീവമല്ല, ഇവിടെ പല ആശുപത്രികളിലും ഇപ്പോഴും ഭർത്താക്കന്മാരെ കയറ്റാറില്ല. ഇതൊക്കെ ഒരു മാറ്റത്തിന് കൂടെ തുടക്കം ഇടുകയാണ്. ഇങ്ങനെയും കൂടെ വേണം. കാരണം അവർക്ക് ഈ നരകയാതന അല്ലല്ലോ വേണ്ടത്. അവർക്ക് പ്രസവിക്കുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല രീതിയിലുള്ളൊരു നേരെ സുഖപ്രസവം എന്ന് പറയുമ്പോൾ അപ്പോഴേ സുഖപ്രസവം ആവുള്ളൂ സത്യം പറയാൻ. അതുകൊണ്ട് തന്നെ ദിയയുടെ ഒരു കാര്യത്തിൽ ഒരു 100% അതിനകത്ത് യോജിക്കുന്നുണ്ട്. ഇതിനകത്ത് അവരെ സ്ത്രീകളുടെ ഇതൊന്നും എനിക്കൊരു വൃത്തികേട് പോലെ പലരും വൃത്തികേടെന്നൊക്കെ പറയുന്നത്, പക്ഷേ വൃത്തികേടൊന്നും ഇല്ല. ഇത് ലോകത്തെ ഏറ്റവും പുണ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ ഒരു കുട്ടി ജനിക്കുക. അതിനകത്ത് വേറെ രീതിയിൽ കണ്ടുകൊണ്ട് കാണണ്ട. ഓരോരുത്തരുടെ ചിലപ്പം അവരുടെ ഇത് വെച്ചിട്ടായിരുന്നു, പക്ഷെ അതൊന്നും അല്ല ഇവിടെ. നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോഴേ ഇതിൻ്റെ അവസ്ഥ മനസ്സിലാവും. അവിടെ വേറൊരു ചിന്തയും വരില്ല, ഒരു വൃത്തികേടുമില്ല. ദിയ ചെയ്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് 100% അതിനകത്ത് യോജിപ്പാണുള്ളത്. അതുകൊണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റി നടത്തുന്നവരൊക്കെ അവരോട് പുച്ഛം മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ശരത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലൂടെ ഒരു വ്യത്യസ്തമായൊരു ആശയമാണ് ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. കാരണം സാധാരണ ഒരു ഭാര്യ പ്രസവിക്കാൻ കയറുമ്പോൾ ഭർത്താവിന് അടുത്ത് നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഹോസ്പിറ്റലുകാർ അതിനെ തടയും, അല്ലെങ്കിൽ എനിക്ക് കയറാമോ എന്ന ഭയത്തിൽ ഒരുപാട് ഭർത്താക്കന്മാർ കയറാൻ മടിച്ചു നിൽക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. അത് മാറി ഇപ്പോൾ ഒരു കുടുംബത്തിന് ഒരുമിച്ച് തന്നെ ഈ പ്രസവമുറിയിൽ നിൽക്കാം എന്ന ഒരു സന്ദേശം കൂടിയാണ് ഇത് ഈ സമൂഹത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ 6 മില്യൺ ആളുകൾ കണ്ടു എന്ന് പറയുമ്പോൾ ഒരുവിധം ആളുകളിലേക്കെല്ലാം ഈ വീഡിയോ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മാറ്റത്തിൻ്റെ കൂടി, ഒരു നല്ല മാറ്റത്തിൻ്റെ കൂടി ഒരു തുടക്കമായിട്ട് വേണമെങ്കിൽ ഈ വീഡിയോ നമുക്ക് കാണാം. ആ രീതിയിൽ കാണുമ്പോൾ ഇപ്പോൾ ഈ ഒറ്റയ്ക്ക് കയറി അത്രയും സ്ട്രെസ്സും അത്രയും വേദനയും അനുഭവിക്കുന്ന ആ ഒരു സ്ത്രീകൾക്ക് ഒരു സപ്പോർട്ടായിട്ട് ഫാമിലിക്ക് മൊത്തം കൂടെ നിൽക്കാം എന്ന രീതിയിലൊക്കെ ഒരു ട്രെൻഡിനെ മാറ്റുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലൊരു മെസ്സേജ് എല്ലാവരിലേക്ക് എത്തിക്കുമ്പോൾ ഇനി ഒരുപക്ഷെ പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് കുറച്ച് സമാധാനം, അതായത് ഒറ്റയ്ക്ക് പോയി ഈ കൂടിനകത്ത് കിടക്കണം. അവർ ഈ ശരത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നഴ്സുമാർ ചീത്ത പറയുമോ, ഞാൻ കരയുമ്പോൾ അവരെന്നെ ദേഷ്യപ്പെടുമോ എന്നുള്ള ഒരു ഭയമൊക്കെ മാറി എൻ്റെ കൂടെ വേണം, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് സ്ത്രീകൾക്ക് കൂടി അഭിമാനത്തോടു കൂടി അല്ലെങ്കിൽ കുറച്ച് ധൈര്യത്തോടു കൂടി പറയാൻ കൂടി ഈ ഒരു വീഡിയോ ഉപകരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതാണ് നമ്മൾ നേരത്തെ പറയുന്ന തന്നെ വേദന ഇപ്പം ശരീരത്തിലുണ്ടാകുന്ന വേദനയേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു സംഘർഷമാണ്. മാനസികമായിട്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ. കാരണം ഇനി നമ്മൾ ഒരുപക്ഷെ ഇനി അവരെ തന്നെ പറഞ്ഞ വരെ ഞാൻ മരിച്ചു പോകാൻ പോകുന്നതാണോ, ആ രീതിയിലൊക്കെ ഒരു വേദന മാനസികമായിട്ടും അമ്മാതിരി ഒരു ഇതാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ നിർണായക ഘട്ടത്തിലൂടെ ഒരു സ്ത്രീ കടന്നു പോകുന്നൊരു സമയമാണ്. ആ സമയത്താണ് സത്യം പറഞ്ഞാൽ അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ കൂടെ ഉണ്ടാവേണ്ടത്. അവിടെയാണ് ദിയെ ഇപ്പോൾ ഒരു മാറ്റത്തിന് തുടക്കം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ 100% യോജിക്കുന്നതും. അത് ഒരുപാട് പേർക്ക്, എനിക്ക് ഉറപ്പാണ് ഒരുപാട് പേർക്കത് ഗുണം ചെയ്യും. ആശുപത്രികൾ ഉൾപ്പെടെ ഈ ഇതിനെ സ്വാഗതം ചെയ്യുക. പ്രൈവറ്റ് ആശുപത്രികളെല്ലാം അങ്ങനെ ചെയ്യും. സർക്കാർ ആശുപത്രികൾ എത്രത്തോളം ആണില്ല, അവരെ പ്രൈവസി കാര്യം നമുക്കറിയാം. ഇപ്പോൾ പോലും മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടറെ കാണാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാ ആശുപത്രികളും ഇംപ്ലിമെൻറ്റ് ചെയ്യുക. കേരളത്തിലെ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളും ഇപ്പം ഇതുപോലെ ഇപ്പം പ്രൊവൈഡ് ചെയ്ത് കയറ്റുന്നുണ്ട്. റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എങ്കിൽ പോലും ഇത് പൂർണ്ണമായിട്ടൊന്ന് വരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഓരോരുത്തരും കാണണം, എപ്പോഴെങ്കിലും മനസ്സിലാക്കണം എത്രത്തോളം കഠിനമായി ഇത്രയും വലിയ. അതിനകത്ത് ആ ഭർത്താവ് അശ്വിൻ തന്നെ പറഞ്ഞത് എത്ര വേദന സഹിച്ചാണ് അമ്മ കഴിഞ്ഞിട്ടാണ് വരുന്നത്, കുട്ടി വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതിന് ഒരു മാറ്റത്തിൻ്റെ, ആശിക്ക് പറഞ്ഞ നല്ല മാറ്റത്തിൻ്റെ സാധ്യതകളാകട്ടെ ഇതൊക്കെ.